സ്കിൽഡ് വർക്കർ, ഹെൽത്ത് ആൻഡ് കെയറർ തുടങ്ങിയ വിവിധ തൊഴിൽ വിസകളിൽ ജോലി ചെയ്യുകയും ILR അഥവാ UK PR ലക്ഷ്യമിടുകയും ചെയ്യുന്ന പ്രവാസി കുടുംബാംഗങ്ങൾക്ക് അത്യന്തം നിർണായകമായ ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. UK ഹോം ഓഫീസ് തങ്ങളുടെ വിസ നിയമങ്ങളിലും കുഞ്ഞുങ്ങളുടെ സെറ്റിൽമെന്റ് നിബന്ധനകളിലും വരുത്തിയ പുതിയ തിരുത്തലുകളും ഡിപെൻഡന്റ് മക്കൾക്ക് ILR നേടുന്നതിനുള്ള ഏറ്റവും പുതിയ മാർഗരേഖകളുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. UK-യിൽ 5 വർഷത്തെ നിയമപരമായ താമസത്തിന് ശേഷം മാതാപിതാക്കൾ ILR അപേക്ഷിക്കുമ്പോൾ തങ്ങളുടെ ഡിപെൻഡന്റ് വിസയിലുള്ള കുഞ്ഞുങ്ങളുടെ അപേക്ഷ എങ്ങനെ നൽകണം എന്നതിനെക്കുറിച്ച് പല മലയാളി പ്രവാസികൾക്കും ഇപ്പോഴും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പുതിയ UK ഇമിഗ്രേഷൻ ചട്ടങ്ങൾ പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് UK-യിൽ സെറ്റിൽമെന്റ് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഒരുപോലെ ILR കൈവശമുള്ളവരോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ രണ്ടുപേരും ഒരേ സമയം കുട്ടിക്കൊപ്പം ILR-നായി അപേക്ഷിക്കുന്നവരോ ആയിരിക്കണം എന്നത് ഹോം ഓഫീസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിബന്ധനയാണ്. മാതാപിതാക്കളിൽ ഒരാൾക്ക് മാത്രമാണ് ILR ലഭിക്കുന്നതെങ്കിൽ മറ്റേ പങ്കാളിക്കും കുട്ടിക്കും ഒരേ സമയം ILR യോഗ്യത കൈവരുന്നതുവരെ കുട്ടിയെ ഡിപെൻഡന്റ് വിസയിൽ താൽക്കാലികമായി നിലനിർത്തേണ്ടി വരും. എന്നാൽ സിംഗിൾ പേരന്റ്സ് ആണെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ ഇതിൽ ചില നിയമപരമായ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ സംരക്ഷണവും വളർത്തലും പൂർണ്ണമായും ഒരാൾ മാത്രമാണ് വഹിക്കുന്നത് എന്ന് കോടതി ഉത്തരവുകളിലൂടെയും മറ്റ് ഔദ്യോഗിക രേഖകളിലൂടെയും ഹോം ഓഫീസിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് തനിയെ കുട്ടിക്ക് വേണ്ടി ILR അപേക്ഷ സമർപ്പിക്കാം. ഇതോടൊപ്പം തന്നെ UK-യിൽ ജനിച്ച കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ലളിതമായ വ്യവസ്ഥകളാണ് നിലവിലുള്ളത്. മാതാപിതാക്കളിൽ ഒരാൾക്ക് ILR അഥവാ UK PR ലഭിക്കുന്ന നിമിഷം തന്നെ UK-യിൽ ജനിച്ച കുട്ടിക്ക് നേരിട്ട് ബ്രിട്ടീഷ് പൗരത്വത്തിനായി അപേക്ഷിക്കാൻ നിയമപരമായ അവകാശമുണ്ട്. അത്തരം കുട്ടികൾക്ക് പ്രത്യേകം ILR അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ILR അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ യോഗ്യതാ പരീക്ഷകളിൽ നിന്നോ അല്ലെങ്കിൽ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പരീക്ഷകളിൽ നിന്നോ പൂർണ്ണമായ ഇളവുണ്ട് എന്നത് മലയാളി മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ ശേഷമാണ് മാതാപിതാക്കളോടൊപ്പം ILR-ന് അപേക്ഷിക്കുന്നതെങ്കിൽ അവർ നിർബന്ധമായും B1 ലെവൽ ഇംഗ്ലീഷ് ടെസ്റ്റും ലൈഫ് ഇൻ ദ UK ടെസ്റ്റും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. ഫോം SETO വഴിയാണ് പൊതുവിൽ തൊഴിൽ വിസകളിലുള്ളവരുടെ കുട്ടികൾക്കായി ILR അപേക്ഷ സമർപ്പിക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ ILR അപേക്ഷകൾ നിരസിക്കപ്പെടാതിരിക്കാൻ ഹോം ഓഫീസ് മുന്നോട്ട് വെക്കുന്ന മറ്റ് പ്രധാന സാമ്പത്തിക താമസ മാനദണ്ഡങ്ങൾ കൂടെയുണ്ട്. അപേക്ഷിക്കുന്ന സമയത്ത് കുടുംബത്തിന് അനുയോജ്യമായ താമസ സൗകര്യം ഉണ്ടെന്നും പബ്ലിക് ഫണ്ടുകളെ ആശ്രയിക്കാതെ കുട്ടിയെ സംരക്ഷിക്കാൻ ആവശ്യമായ വരുമാനമുണ്ടെന്നും വ്യക്തമാക്കണം. കൂടാതെ അപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ കുട്ടി UK-യിൽ നിയമപരമായ വിസ സ്റ്റേറ്റസിൽ ആയിരിക്കണം തങ്ങുന്നത്. വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷമുള്ള അപേക്ഷകൾ കർശനമായി തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. UK-യിലുള്ള മലയാളി മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ സെറ്റിൽമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ ഇനി പറയുന്ന പ്രായോഗിക മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക. ഒന്നാമതായി, കുട്ടി UK-യിൽ എത്തിയത് മുതലുള്ള BRP കാർഡുകൾ, പാസ്പോർട്ട് കോപ്പികൾ, NHS രജിസ്ട്രേഷൻ രേഖകൾ എന്നിവ സുരക്ഷിതമായി ക്രമീകരിച്ചു വെക്കുക. രണ്ടാമതായി, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ ഔദ്യോഗിക രേഖകൾ എന്നിവ മുൻകൂട്ടി ശേഖരിക്കുക. മൂന്നാമതായി, മാതാപിതാക്കളുടെ ILR അപേക്ഷ സമർപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ കുട്ടിയുടെ അപേക്ഷയും ലിങ്ക് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കുക. നാലാമതായി, സങ്കീർണമായ കേസുകളോ അല്ലെങ്കിൽ ഏകരക്ഷകർത്ത സാഹചര്യങ്ങളോ ഉള്ളവർ OISC അംഗീകാരമുള്ള UK ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ ഉപദേശം തേടി മാത്രം ഫയൽ ചെയ്യുക. UK-യിലെ കുടിയേറ്റ നിയമങ്ങൾ ദിനംപ്രതി കൂടുതൽ കർശനമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിസ സ്റ്റേറ്റസും ILR യോഗ്യതയും കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഭാവിയിലെ വലിയ നിയമ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ സുപ്രധാന വിവരങ്ങൾ UK-യിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.